ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ബ്രെഡ് വൈറ്റ് സോസ് പിസ്സ ആയിട്ടാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെലീഷ്യസ് സ്നാക്കാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ വെച്ചതാണത്. ഇനി അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഒരു സാധാരണ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളി നല്ലോണം വാടണമെന്നില്ല, ചെറുങ്ങനെ ഒന്ന് വാടിയാൽ തന്നെ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. നിങ്ങൾക്കിതിലേക്ക് എരിവിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കിതിൽ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യാം. ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബേസിലേക്ക് 4 മുട്ടയും 4 ബ്രെഡും നമുക്ക് വേണം. സെയിം അളവിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് മുട്ടയും ബ്രെഡും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് നന്നായി ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, അതായത് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് സോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പാലും മിക്സ് ചെയ്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പം നമ്മൾ ചെറിയ തീയിൽ വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇത് കട്ടയില്ലാണ്ട് നന്നായി ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടയൊക്കെ മാറി നല്ലൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. ഇനി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണയ്ക്ക് ശേഷം നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒരു 20 to 30 സെക്കൻഡ്സ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ടാൽ അതിന് ശേഷം നമ്മൾ വൈറ്റ് സോസ് ഇതിലേക്ക് കൂടെ മുകളിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. അപ്പം പെട്ടെന്ന് അടി കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റ്സ് വെക്കാം. ഇത് നിങ്ങൾക്ക് എത്ര ലോ ഫ്ലെയിമിൽ എത്ര ചെറിയ തീയിൽ വെക്കാം അത്രയും ചെറിയ തീയിൽ നമ്മൾ വെക്കണം. പിന്നെ നമ്മൾ പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ യമ്മി ആയിട്ടുള്ള ഇതാണ്. ഞാൻ ഇവിടെ ഓവണോ ചീസോ ഒന്നുമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ബ്രെഡും പിന്നെ വൈറ്റ് സോസ് കോമ്പിനേഷനിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ആയിട്ടിരിക്കും. നമ്മൾ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യണേ ഒന്ന്. ഓക്കെ, ബൈ, ടാറ്റാ.